ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ബോൾസ് ആണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ആകെ 3 ഇൻഗ്രീഡിയൻസ് ഇതിന് ആവശ്യമുള്ളൂ. മാത്രമല്ല ഇതൊരു ഫയർലെസ് കുക്കിംഗ് ആണ്. നമുക്ക് തീരെ ആവശ്യമില്ല ഇത് ഉണ്ടാക്കിയെടുക്കാൻ. വളരെ എളുപ്പത്തിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ഇതുണ്ടാക്കിയെടുക്കാം. ഈ ചോക്ലേറ്റ് ബോൾസിൻ്റെ ബേസ് ബിസ്ക്കറ്റാണ്. ബ്രിട്ടാനിയയുടെ മാരിഗോൾഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു പാക്കറ്റാണ് കേട്ടോ എടുത്തത്. ഞാനിപ്പോൾ ഈ ബിസ്ക്കറ്റ് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു വലിയ ബൗളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടിൻ കണ്ടൻസ്ഡ് മിൽക്കാണ്. ഒരു ടിൻ എടുത്തു വെച്ചെന്നേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ് ഒന്നും ആവശ്യം വരില്ല. പിന്നെ വേണ്ടത്, നമ്മൾ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് ബോൾസ് ആയതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് പൗഡർ വേണം. പൊടിച്ചു വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റിലേക്ക് ഈ ചേരുവകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് തൊട്ട് നോക്കി, ഇതിൻ്റെ നനവ് കുറച്ച് കുറവാണ്. കുറച്ചുകൂടെ നനഞ്ഞാലേ ഇതൊന്ന് ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിന് കിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ചുകൂടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ചോക്ലേറ്റ് ബോൾസ് ഉരുട്ടിയെടുക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് മെഴുക്ക് പുരട്ടിയിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഒരു ചപ്പാത്തിയുടെ ഉരുളയുടെ അത്ര വലുപ്പത്തിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് വളരെ ചെറുതാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഞാൻ ഇതെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാൻ പോവാണ്. ഇത്രയേ ഉള്ളൂ ചോക്ലേറ്റ് ബോൾസിൻ്റെ പണി. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാനുള്ളതാണ്. നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കാം. ഞാൻ അതിന് കാണാനൊക്കെ ഒരു ഭംഗിക്ക് കുറച്ചുകൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കണം. ഞാനിവിടെ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റാണ് എടുക്കുന്നത്. ഡബിൾ ബോയിലിംഗ് രീതിയിൽ ഇതൊന്ന് അലിയിച്ചെടുക്കാം. അതവിടെ റെഡി ആവട്ടെ. അപ്പോഴേക്കും ഞാനിവിടെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ എടുത്തിട്ടുണ്ട്. അതൊന്ന് കവർ ചെയ്തെടുക്കാൻ പോവുകയാണ് ഈ ചോക്ലേറ്റ് ബോൾസിൻ്റെ മുകളിൽ. അങ്ങനെയാകുമ്പോൾ 2 ലുക്കിലുള്ള ചോക്ലേറ്റ് ബോൾസ് നമുക്ക് കിട്ടും. പിന്നെ വേണമെങ്കിൽ കുറച്ചെണ്ണം പ്ലെയിനായിട്ട് ഒന്നും ചെയ്യാതെയും വെക്കാം. അപ്പോൾ 3 രീതിയിലാവും. അതല്ല, കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഷുഗർ ബോൾസ് കളർഫുള്ളായിട്ട് വാങ്ങാൻ കിട്ടും. അതിലൊന്ന് കവർ ചെയ്തെടുത്താൽ മതി. നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഇപ്പോൾ ഇവിടെ കുറച്ച് പ്ലെയിൻ ചോക്ലേറ്റ് ബോൾസും ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറിൽ പൊതിഞ്ഞെടുത്ത ചോക്ലേറ്റ് ബോൾസ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഒഴിക്കാൻ പോവാണ്. മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് കുറേശ്ശെയായിട്ട് ഈ ചോക്ലേറ്റ് ബോൾസിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ കൊള്ളാമെന്ന് തോന്നുന്നില്ലേ? മിൽക്ക് മെയ്ഡും ചോക്ലേറ്റ് പൗഡറൊക്കെ ആകുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. മിൽക്ക് മെയ്ഡിൻ്റെ അളവ് പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, അത് വിട്ടുപോയി. 3/4 ടിന്നെ ഞാൻ എടുത്തിട്ടുള്ളൂ. 1/4 ടിന്ന് ഇവിടെ ബാക്കിയുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. മാത്രമല്ല, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലെ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി അമർത്തിയാൽ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായി നമുക്കിനി വീണ്ടും കാണാം. അതുവരെ ബൈ.